ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഫാർ ദ സർക്കസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. 2022 ഈ സിനിമ റിലീസായിരിക്കുന്നത്. സോഹൻ സിനിമയിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. കൂടാതെ ബിനു പപ്പു, ഷൈം ടോം ചാക്കോ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്നത്. അവരൊക്കെ മാത്രമേ അറിയാവൂ. വേറെ ഒരു പരിചയമില്ലാത്ത കുറേ അധികം ആക്ടറും ആക്ട്രസൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ജാഫർ ഇടുക്കിയുണ്ട്, പുള്ളിയും ഒരു വേഷം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പിന്നെ ഒട്ടുമിക്ക ആൾക്കാർ നമുക്ക് അറിയാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തഡിലാണ് സിനിമ തുടങ്ങുന്നത്. ഒരു പരാതി കൊടുക്കാൻ വേണ്ടുന്ന ഒരു വ്യക്തി, കാര്യങ്ങൾ, ഒരു കഥാപാത്രം, അത് ചെയ്യുന്നത് ബിനു പപ്പുവാണ്. സിനിമയുടെ തുടക്കത്തിലൊക്കെ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളൊരു രീതിക്കാണ് പടം അവതരിപ്പിച്ചിരിക്കുന്നത്. ഭയങ്കര സിനിമയായിട്ടാണ് തോന്നിപ്പോയത്. ഭയങ്കര സിനിമയാണ്, കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം അങ്ങ് ഭയങ്കര സ്ക്രിപ്റ്റ് ആയിരിക്കും, സൂപ്പർ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡാണ് സിനിമയായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ പോകെ 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 അതങ്ങ് കയ്യിൽ നിന്നങ്ങ് പോവുകയാണ്. അതായത് ഒന്നുമില്ല പടത്തിൻ്റെ അകത്ത്. തട്ടിക്കൂട്ടി എടുത്ത് വെച്ചൊരു കഥ. അത് അല്ലെങ്കിൽ നമ്മളിപ്പം എന്താണ് കാണുന്ന പ്രേക്ഷകരോട് കുറച്ച് നീതിയൊക്കെ പുലർത്താം ഈ സിനിമയുടെ സംവിധായകൻ സീനു സോഹൻലാലിന്. എന്താണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് അറിയത്തില്ല. എന്താ ജനങ്ങളെ പൊട്ടന്മാരായിക്കാണോ ഒരു സിനിമയ്ക്ക്? ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണും. ഇവിടെ ഒരു ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി വന്നൊരു വ്യക്തി ഒരു സ്റ്റേഷനിട്ട് വരികയാണ്. ആ പ്രതിയെ പിടിച്ച് ആ ഒരു വ്യക്തിയെ പിടിച്ച് മറ്റൊരു കേസിൽ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമല്ലോ? ഇതൊക്കെ നടക്കും എവിടെയെങ്കിലും. ഒന്നുമില്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഈ ഒരു പരാതി കൊടുക്കാമെന്ന് വരുന്ന ഒരു വ്യക്തിക്കൊരു ബോധം വേണം. അദ്ദേഹത്തിന് കുറച്ചെങ്കിലും വെളിവും ബോധമൊക്കെ വേണ്ട. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കഥാപാത്രം, ഒരുമാതിരി തട്ടിക്കൂട്ടിയൊരു കഥ. പിന്നെ അത് മാത്രമല്ല, അങ്ങോട്ട് പോകെ 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 ഈ വാദി പ്രതിയാവുന്ന കിട്ടില്ലേ, അതാ സംഭവം നടക്കുന്നത്. ഒരു മേനയില്ലാത്തൊരു പടം എന്നായി പറ്റും പറഞ്ഞാൽ. ഒരു മേനയില്ലെന്ന് വെച്ചാൽ ഒരു മേനയില്ല. ഈ പടം ഇങ്ങനെ തട്ടിക്കൂട്ടി എവിടെ കൊണ്ടുപോകണം. ഈ ഈ ഒരു ലോജിക്കില്ലാത്ത ട്വിസ്റ്റ്, അപ്രത്യക്ഷമായ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു രീതിക്കും ഒരു നമുക്കങ്ങ് അത്രയ്ക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് പ്രേക്ഷകർ തരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു ഫീലിങ്ങൊക്കെ വിട്ട് അപ്പുറത്തേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഷൈം ടോം ചാക്കോ. പക്ഷേ ഷൈം ടോം ചാക്കോയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പടത്തിനകത്ത്. നല്ലൊരു പെർഫോമൻസാണ്. കാരണം പുള്ളി ഒരു ആക്ടിങ്, ഈ കഥാസന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ വില്ലന്മാർക്കാണ് ഡെപ്ത് കൂടുതൽ. ആ ഡെപ്ത് കൂടുതൽ വില്ലന്മാരൊക്കെ എതിരെ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നന്നായിട്ട് തന്നെ ഷൈൻ ടോം ചാക്കോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ തന്നെ വേണം, ഇങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനത്തെ ഒരാൾ തന്നെ വേണം. അത് മാത്രം കൊള്ളായിരുന്നു. തിരക്കഥ ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത തിരക്കഥ. പിന്നെ അങ്ങനെ കണ്ട് പോകുന്ന നേരത്ത് നമ്മൾ പല ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കുന്ന രീതിക്ക് ഒന്നും തോന്നിയിട്ടില്ല പടത്തിനകത്ത്. ഒന്നും ഇല്ലാത്തൊരു പടം. എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി അവസാനം വരെ കൊണ്ട് എത്തിച്ചിട്ട് അവസാനം ഈ പ്രതിനെ കോടതി കൊണ്ടുവന്ന സീനുണ്ട്. ഈ ഒരു സീനിൽ കോടതി കൊണ്ടുപോയിട്ട് ഭയങ്കര ഗംഭീരമായ സീനെ നടക്കുന്നതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ ഒന്നുമില്ല. പ്രതിനെ എന്താണ് ഒരു മീഡിയാസിനെയൊക്കെ വിളിച്ച് വരുത്തി കോടതി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്ന, അവിടെ പിന്നെ സിനിമ അങ്ങ് കട്ട് ആവുകയാണ്. പിന്നെ ഒന്നുമില്ല പടത്തിനകത്ത്. മോശം തിരക്കഥ. പേരൊക്കെ ഗംഭീരം, ഫാർ ദ സർക്കസ് എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമുണ്ട്. പക്ഷേ 10 പൈസയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റും ഇല്ല അതിനകത്ത്. ഇതെങ്ങനെ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ കണ്ടാൽ? ഇവിടെ ഫോണിൽ കണ്ട എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര നിരാശയായി. ഇപ്പോൾ ഇതൊക്കെ തിയേറ്ററിൽ കാശ് കൊടുത്ത് കണ്ട ആൾക്കാരുടെ അവസ്ഥ എന്തായിരുന്നു ചിന്തിച്ച് നോക്കുന്നത്. ഭയങ്കര പേരൊക്കെ തന്നെ ഫാർ ദ സർക്കസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ അങ്ങ് മറിക്കുന്നൊക്കെയാണ് കരുതാണ് വന്നിരിക്കുന്നത്. ഒന്നുമില്ല പടത്തിനകത്ത്. ഒരു എടുത്ത് പറയാൻ വേണ്ടി പോലും ഒന്നുമില്ല. എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി എവിടെയോ ഒരു ക്ലൈമാക്സിൽ കൊണ്ട് നിർത്തി പടം അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. തുടക്കത്തിൽ കണ്ട കഥ എന്താണോ, അല്ലെങ്കിൽ ഒടുക്കം കണ്ട കഥ എന്താണോ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു വളരെ മോശപ്പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഫാർ ദ സർക്കസ് സിനിമയുടെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ. ഒരു രീതിക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു തിരക്കഥയും കാര്യങ്ങളും. അഭിനയമൊന്നും ബിനു പപ്പൊക്കെ മരണ അഭിനയമാണ് ഇതിനകത്ത്. എന്തിനു വേണ്ടി ഒരു ഉപയോഗവും ഇല്ലാത്തൊരു മരണാഭിനയം. ഭയങ്കര എന്തൊക്കെയോ ആണെന്നൊക്കെ ഉള്ള പെർഫോമൻസും കാരണമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ പറയുന്ന ഒരു കഥയുണ്ടല്ലോ, അതൊന്നും ഒരു നിലവാരം പോലും ഇല്ല പടത്തിനകത്ത്. വേണ്ട രീതിക്കൊന്നും ഒന്നുമില്ല പടത്തിൽ. ആരും ഈ പടം കാണണ്ട. കണ്ടാൽ നിരാശയാണ്, സമയം പോക്കാണ്, വെറുതെ എടുത്ത് വെച്ചിരുന്നൊരു പടം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം സംവിധായകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആവേണ്ടത്. അതായത് ഒരു സ്ക്രിപ്റ്റുകാർക്ക് അവർ തുടക്കത്തിൽ ഒരു പോയിൻ്റ് അവതരിപ്പിക്കുന്നു, ആ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും, പിന്നെ അങ്ങനെ കൊണ്ടുപോയെങ്കിൽ പടം വേറെ ലെവലിലെത്തിയാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി എവിടെയൊക്കെ കൊണ്ടെത്തിച്ച് പടത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
കാണുന്നവർ കരുതും ഓ ഇവിടെ ട്വിസ്റ്റ് അവിടെ ട്വിസ്റ്റ് ഇവിടെ അവിടെ എന്നൊക്കെ ഒന്നുമില്ല പടത്തിനകത്ത്. അങ്ങനെ തട്ടിക്കൂട്ടി പടം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അവസാനം മുട്ടിച്ചപ്പം ക്ലൈമാക്സ് ഒന്നുമില്ല പടത്തിനകത്ത്. ക്ലൈമാക്സ് ഒന്നുമില്ലാതെ ഒരു വല്ലാത്ത ഒരു രീതി കൊണ്ട് നിർത്തി. അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്, ഇന്ന സംഭവം നടക്കും, കോടതിയിൽ പോവും, കേസാവുന്നൊക്കെ ഒന്നുമില്ല. അതുകൊണ്ട് ഇത്ര എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു ദുരന്തം പടം, ഏറ്റവും മോശമായൊരു സിനിമയുടെ തോന്നിപ്പോയിട്ട് ഒന്നുമില്ല പടത്തിനകത്ത്. ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ആവറേജിനും താഴേക്കൊരു പടം. നിങ്ങൾ ആരും പോയി കാണുന്നില്ല, ഒരു കാര്യമില്ല. വളരെ 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 മോശം സിനിമയാണ് ഫഹദ് സർക്കസ്. ആ പേര് പോലും പോയിപ്പോൾ. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റി എനിക്ക് ഇത്ര പറയാൻ വേണ്ടി പറ്റൂ. അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു ചെറുതൊരു സൈനിങ് ഔട്ട്. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷവുമായിട്ട് വന്നിരിക്കുന്നത് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.